നമസ്കാരം. ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്ത് ഇൻഷുറൻസിലെ ക്ലെയിം സെറ്റിൽമെന്റിനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണർത്തുന്ന വാർത്തകളാണ് ഈയടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 2024 ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം പോളിസി ഉടമകളിൽ 50% പേരും ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടുന്നതായി പറയുന്നു. അതുപോലെ തന്നെ IRDAയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സാമ്പത്തിക റിപ്പോർട്ട് അനുസരിച്ച് ആരോഗ്യ ഇൻഷുറൻസിൽ 11% ക്ലെയിം നിരസിക്കുന്നവരുടെ കണക്ക്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർധനവാണിത്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ, പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടുള്ള പരാതികൾ വളരെ ചെലവ് കുറഞ്ഞും നിഷ്പക്ഷമായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം, ഇതിനുള്ള സർക്കാർ ഇൻഷുറൻസ് ബോഡി സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, പ്രൊഡക്റ്റ് ഇൻഫോർമേഷനുകൾ എന്നിവ ചെറുതും വലുതുമായിക്കൊള്ളട്ടെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതോ ആണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസിൽ കണ്ടുവരുന്ന പൊതുവെയുള്ള പരാതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്ന്, ക്ലെയിം ഡിനയൽ പാർഷ്യലി ഓർ ഫുള്ളി. നിങ്ങളുടെ ക്ലെയിം മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ നിരാകരിക്കുക. 2, പോളിസി റിന്യൂവൽ ഡിസ്കണ്ടിന്യൂഷൻ. നിങ്ങളുടെ പോർട്ട്ഫോളിയോ, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട്ഫോളിയോ ഒരു റിസ്കി പോർട്ട്ഫോളിയോ ആണെന്ന് കമ്പനി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ റിന്യൂവൽ ഡിസ്കണ്ടിന്യൂഷൻ. 3, നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട ഏതൊരു പരാതി. ഒരു പോളിസി ഉടമയ്ക്ക് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിലെ ക്ലെയിം സെറ്റിൽമെന്റിനെ പറ്റിയോ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് സമീപിക്കാവുന്ന 4 സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 1, ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് സെൽ. 2, ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. 3, IRDAയുടെ ഗ്രീവൻസ് സെൽ. 4, കൺസ്യൂമർ കോർട്സ്. ആദ്യ സംവിധാനമാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് സെൽ. നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ റിജക്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി ആണോ റിജക്റ്റ് ആയെന്ന് മനസ്സിലാക്കുക. ക്യാഷ്ലെസ് ഫെസിലിറ്റി മാത്രമാണ് ഡിനേ ചെയ്തതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ഡിനേ ചെയ്തു എന്നല്ല, മറിച്ച് ഈ ക്ലെയിം നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയതിനു ശേഷം റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി, നിങ്ങളുടെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിമും ഒരു ജെന്യുവൻ അല്ലാത്ത കാരണത്താൽ ഇൻഷുറൻസ് കമ്പനി ഡിനേ ചെയ്താൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതാത് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസ്. ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസിൽ നിങ്ങളുടെ പരാതികൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ട് ഓൺലൈനായിട്ട് അതാത് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ ഇമെയിൽ ID കണ്ടുപിടിക്കുന്നതിനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാകും. നോർമലി GRO.ഇൻഷുറൻസ് കമ്പനിയുടെ പേര് .com എന്നായിരിക്കും നോർമലി ഗ്രീവൻസ് റിഡ്രസിന്റെ ഇമെയിൽ ID സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ ഇമെയിൽ ID സെർച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രം മതിയാകും. ഇങ്ങനെ ഒരു പരാതി ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് സെല്ലിന് ലഭിച്ചാൽ അതിന് അപ്പോൾ തന്നെ പോളിസി ഹോൾഡർക്ക് അക്നോളജ്മെന്റ് നമ്പർ കൊടുക്കുകയും ഇതിനുള്ള ഒരു മറുപടി 14 ദിവസത്തിനുള്ളിൽ തന്നെ പോളിസി ഹോൾഡർക്ക് നൽകേണ്ടതുമാണ്. ഇനി നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലിൽ നിന്നും കിട്ടുന്ന മറുപടി നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന 2 മറ്റ് സംവിധാനങ്ങളാണ്. 1, ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. 2, IRDAയുടെ ഗ്രീവൻസ് റിഡ്രസൽ. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വ്യക്തിഗത പോളിസി ഉടമകൾക്ക് അവരുടെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പരിധികൾ കോടതി സംവിധാനത്തിന് പുറത്ത് വളരെ ചെലവ് കുറഞ്ഞും കാര്യക്ഷമവുമായി പരിഹരിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ഇൻഡിപെൻഡന്റ് ബോഡിയാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. 2 പാർട്ടികളുടെയും തർക്കത്തിന്റെ വസ്തുതകൾ കേട്ട ശേഷം മാത്രമാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ഇനി ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പരാതി സമർപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നിങ്ങളുടെ പരാതികൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ.
ഇതിനായിട്ട് നിങ്ങൾക്ക് www.cio.ins.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നിങ്ങളുടെ പരാതി സമർപ്പിക്കുന്നതിന് ആദ്യം വേണ്ട ഡോക്യുമെന്റ് നിങ്ങളുടെ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസറിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച മറുപടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതാത് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസറുമായി കണക്ട് ചെയ്ത് അതിനുള്ള ഉചിതമായ മറുപടി നിങ്ങൾക്ക് കിട്ടേണ്ടതുമാണ്. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാവുന്ന അടുത്ത സംവിധാനമാണ് IRDAയുടെ ഗ്രീവൻസ് സെൽ. ഇൻഷുറൻസിലെ ഇന്ത്യയിലെ അപ്പെക്സ് ബോഡിയായ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് www.bimabarosa.irda.government.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ദ ലാസ്റ്റ് വൺ, ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അപ്പെക്സ് ബോഡിയാണ് കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. ഉപഭോക്താവും വിൽപ്പനക്കാരനുമായിട്ടുള്ള തർക്കങ്ങൾ, പരാതികൾ എന്നിവ നിയമവിധേയന തീർപ്പ് കൽപ്പിക്കുന്ന, അതായത് കോടതി മുഖേന തീർപ്പ് കൽപ്പിക്കുന്ന സംവിധാനമാണ് കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. കൺസ്യൂമർ കോർട്ട് ജില്ല, സ്റ്റേറ്റ്, നാഷണൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി കൺസ്യൂമർ കോർട്ടിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതാത് ജില്ലയുടെ കൺസ്യൂമർ കോർട്ടുമായിട്ട് ആദ്യം ബന്ധപ്പെടുക. അത് നിങ്ങൾക്ക് നേരിട്ടോ ഒരു അഡ്വക്കേറ്റ് മുഖേനയോ കൊടുക്കാവുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റുമായിട്ടുള്ള പരാതികൾ, പ്രൊഡക്റ്റ് ആൻഡ് സർവീസുമായിട്ടുള്ള പരാതികൾ എന്നിവ സമർപ്പിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതോ ആണ്. ലെറ്റ്സ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.